ഗാസയിൽ ദുരന്തം കൂടുതൽ ആഴത്തിലുള്ളതാവുകയാണ്. ബോംബാക്രമണങ്ങളിൽ മാത്രമല്ല, പട്ടിണി മൂലവും ആളുകൾ മരണത്തിന് കീഴടങ്ങുന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മാനുഷിക സഹായം തേടിയെത്തിയ സാധാരണക്കാരെ പോലും ഇസ്രയേൽ സൈന്യം വെടിവെച്ച് കൊന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗാസയിൽ മാനുഷിക പ്രതിസന്ധി എല്ലാ അതിരുകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ജീവൻ പൊലിയുന്നതിനു പുറമെ ഭക്ഷണ ദൗർലഭ്യം മൂലം മരണത്തിന് കീഴടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 93 കുട്ടികൾ ഉൾപ്പെടെ 175 പേരാണ് ഗാസയിൽ പട്ടിണി മൂലം ഇതിനോടകം മരിച്ചതായി ഔദ്യോഗികമായി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കണക്കുകൾ ഗാസയിലെ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഗാസയിലെ സാധാരണക്കാരുടെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഭക്ഷണ സാധനങ്ങൾ ലഭ്യമായ കേന്ദ്രങ്ങളിൽ അവർ കൂട്ടമായി എത്തിച്ചേരുന്നു. എന്നാൽ പലപ്പോഴും അവിടങ്ങളിൽ അവരെ കാത്തിരിക്കുന്നത് മരണമാണ്. ഇന്നലെ ഭക്ഷണം തേടിയെത്തിയ 65 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ഈ ആക്രമണത്തിൽ 511 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരു മരത്തിന്റെ തണലിൽ ഒത്തുകൂടി ഭക്ഷണം കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഏതാനും ഭക്ഷണപ്പൊതികൾക്കായി കാത്തുനിന്നവരെയോ ആണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗാസയിലെ ഓരോ പലസ്തീനും ഇന്നും മരണത്തെ മുഖാമുഖം കാണുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഈ നെട്ടോട്ടം പലപ്പോഴും അവസാനിക്കുന്നത് ദുരന്തത്തിലാണ്. ഈ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഗാസയിൽ അരങ്ങേറിയിട്ടുണ്ട്. ശനിയാഴ്ച ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ സൈറ്റിൽ സഹായം തേടിയെത്തിയ 38 പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നതായി അൽ ജസീർ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഈ സൈറ്റ് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരിടമാണ്. എന്നാൽ സഹായം കാത്തിരിക്കുന്ന സാധാരണക്കാരെ പോലും വെറുതെ വിടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറില്ലെന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇതേ സൈറ്റിൽ ഭക്ഷണം തേടിയെത്തിയ 105 ഫലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം ഭക്ഷണം തേടിയെത്തിയ 143 സാധാരണക്കാരെയാണ് ഇസ്രായേൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. ഈ കൂട്ടക്കൊലകൾ അന്താരാഷ്ട്ര സമൂഹത്തെ പോലും ഞെട്ടിക്കുന്നതാണ്. നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ഈ നരഹത്യ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല സംഘടനകളും ചൂണ്ടിക്കാട്ടി. ഗാസയിൽ നടക്കുന്ന അതിഭീകരമായ ഈ ആക്രമണങ്ങൾ കൂടാതെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 44 പേർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് 119 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഓരോ ദിവസവും ഈ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ മാനുഷിക പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗാസയിലെ സ്ത്രീകളും പെൺകുട്ടികളും പട്ടിണിയിലാണെന്ന് UN ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നിലവിലെ ഭയാനകമായ സാഹചര്യം ഉടൻ അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്ത്രീയുടെയും പെൺകുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനുള്ള സഹായം അടിയന്തരമായി എത്തിക്കണമെന്നും അതിനായി ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ദുരന്തം മാനുഷികതയുടെയും എല്ലാ അതിരുകൾ ലംഘിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഇടപെട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഒരു ജനതയുടെ കൂട്ടക്കൊലയായിരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യങ്ങൾ ഗൗരവമായി എടുത്ത് ഉടനടി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ, അതോ സാധാരണക്കാരുടെ ജീവനുകൾ ഇനിയും ഹോമിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. കൂട്ടക്കൊലയുടെ നിയമപരമായ വശം ഭക്ഷണം തേടിയെത്തുന്ന സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ്. സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യുദ്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ കക്ഷികൾക്കുമുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നു. പല രാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ വേണ്ട ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഗാസയിൽ ഈ ദുരന്തങ്ങൾ അവസാനിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് അനിവാര്യമാണ്. കേവലം മാനുഷിക സഹായം മാത്രം നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇസ്രയേലും പാലസ്തീൻ പ്രതിനിധികളും തമ്മിൽ ശാശ്വതമായ ഒരു സമാധാന ചർച്ച ആരംഭിക്കുകയും ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഗാസയിലെ ജനതയ്ക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയൂ.